ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളിന്ന് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐഡിയ ചെയ്യാനാണ്. വളരെ രസമാണ്, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നത്. ഈ ടേപ്പ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സൈസാണ് കിട്ടിയത്. കുറച്ചുകൂടെ വലിയ സൈസ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു പീസ് നമ്മളിതാ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര സ്റ്റിക്കിയാണ് കേട്ടോ ഈ ഒരു ടേപ്പ്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സിസേഴ്സിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ട്രോ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, സ്ട്രോ ഇല്ലെങ്കിൽ പെന്നുണ്ടല്ലോ, പെന്നിൻ്റെ റീഫിലൊക്കെ കളഞ്ഞിട്ട് ആ ഒരു പീസില്ലേ പെന്നിൻ്റെ, അതെടുത്ത് വെച്ചാലും മതി കേട്ടോ. ഇനി അതിൽ കുറച്ച് ബീഡ്സും കൂടെ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഐഡിയ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എൻഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ട്രോൻ്റെ അടുത്ത ഭാഗങ്ങളും പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൽ ഡബിൾ സൈഡ് ടേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു കോട്ടിങ് ഉണ്ടാവില്ലേ, ഒരു കവർ ഉണ്ടാവില്ലേ, അതങ്ങ് ഊടിക്കളയാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഈ സൈഡുകളൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായി പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ ഡ്രയർ എടുക്കുക. ഹെയർ ഡ്രയർ എടുത്തിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഹെയർ ഡ്രയർ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് കുറച്ച് ഹൈറ്റിൽ മുകളിലോട്ട് തീ കത്തി പിടിക്കരുത്, അല്ലാതെ മുകളിലോട്ട് നിന്ന് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ചൂടാക്കി കൊടുക്കുക, അതാണ് അതിൻ്റെ ഇത്. നമുക്ക് അതൊരു വർക്ക് ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹോട്ടലിട്ടിട്ട് വേണേൽ കൂളിലിട്ട് കഴിഞ്ഞാൽ വർക്കാവില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ബ്ലോ ചെയ്യില്ലേ, നമ്മൾ സ്റ്റോക്കോടെ ഇങ്ങനെ ഊതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഊതി കൊടുക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഹോട്ട് ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെയ്തു. അതിനുശേഷം ഒന്ന് ബ്ലോ ചെയ്തതാ ഇങ്ങനെ ആ ഒരു ഭാഗം പിടിച്ച് സ്ട്രോങ് റിമൂവ് ചെയ്തപ്പോൾ നോക്കൂ, നമ്മുടെ ആ ട്രെൻഡിക്ക് വോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ചെയ്യാനായിട്ട്. ഇങ്ങനെ ആക്കിയെടുക്കുക. അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് എക്സ്ട്രാ ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കട്ട് ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അതാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡുകൾ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ജോയിൻ ചെയ്ത പീസില്ലേ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇതാവും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ സ്റ്റിക്കർ ഒന്ന് കളയാനായിട്ട്, അതൊരു തരം സ്റ്റിക്കിനെസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് കളയാനായിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കുക. സ്റ്റിക്കിനെസ് ഉണ്ടെങ്കിൽ അത് ഒട്ടി പിടിക്കുക. അപ്പോൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ട് ഒന്ന് ബെൻഡാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഇതാവാന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് ആകെ അതിൽ തയ്യാറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി മോനും എടുത്ത് അവർ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ബോളാണ് കേട്ടോ. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു മെത്തേഡും കൂടെ വേണം. അതിനായിട്ട് നമ്മളിതാ സെയിം പോലെ തന്നെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. ടേപ്പ് എടുത്തിട്ട് അതേപോലെ തന്നെ വെക്കുകയാണ്. ഇനി നമ്മളൊരു കുറച്ച് വലിയ സ്ട്രോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ആദ്യമേ ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എൻഡൊക്കെ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം. ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ അതും അതേപോലെ ചെയ്തിട്ട് നമ്മൾ ഡ്രയർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഹീറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഹീറ്റാക്കി കൊടുക്കുക. നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ അറിയാം അതിങ്ങനെ സോഫ്റ്റായിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ചൂടായോ എന്ന് അറിയാനായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, കോൾഡിൻ്റെ കേട്ടോ. ഒന്ന് പതുക്കെ ബ്ലോ ചെയ്ത് നോക്കുക ശരിയാവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബ്ലോ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബോൾസ് എടുത്തിട്ടുണ്ട്, ബീഡ്സ് എടുത്തിട്ടുണ്ട്. ബീഡ്സ് ഈ സ്ട്രോയുടെ ഉള്ളിലോട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇതിനാണ് വലിയ സ്ട്രോ എടുത്തത് കേട്ടോ, ബീഡ്സ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് അതിനെ വീണ്ടും ഊതി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ആക്കി നമ്മുടെ ബീഡ്സ് മുഴുവൻ അതിൻ്റെ ഉള്ളിലോട്ടാക്കി നമ്മൾ ബോൾ അങ്ങ് മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ബീഡ്സ് ഇട്ട ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ സൈഡുകളൊക്കെ റെഡിയാക്കി നല്ല ഭംഗിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാതിരുന്നാലും നല്ല രസമാണ് കേട്ടോ. ഈ ബോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനും നല്ല രസമാണ് കേട്ടോ. കുറച്ച് സമയമുണ്ട് കേട്ടോ. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസമൊന്നും ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. 1-2 ദിവസം മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടില്ലല്ലോ. നന്നായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ സൈഡൊന്ന് നമുക്ക് ഗ്ലൂ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ബ്ലോ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, വീഡിയോ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും വരാം. ബൈ ബൈ.